ഭിന്നിപ്പിച്ച് മത ഭീകരത ഭരിക്കുന്ന കേരളം. NSSനും SNDPക്കും അതിൽ പങ്ക്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ചു നിർത്തി മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും കേരളം ഭരിക്കുന്നത്. അത് ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് തമാശ. 25% ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റുകളുടെ വലയിൽ വീണ് കിടപ്പാണ്. 10% ഹിന്ദുക്കൾ ഇസ്ലാമിക ജിഹാദികളുടെ വാലിൽ തൂങ്ങിയാണ് നടക്കുന്നത്. 19% ഹിന്ദുക്കൾ മാത്രമാണ് ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നത്. അതായത് 19% പേരാണ് BJPക്കൊപ്പം നിൽക്കുന്ന സ്വാഭിമാന ഹിന്ദുക്കൾ. പറഞ്ഞു വന്നത്, കേരളത്തെ ഇന്നത്തെ മതം തീനികളായ ദീനി ജിഹാദികളായവരുടെ ചൊൽപ്പടിയിൽ നിയന്ത്രണത്തിൽ ഭീഷണിയിലായിട്ടുള്ള ഇന്നത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന അന്നത്തെ ഹിന്ദുക്കൾ തന്നെയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇന്നത്തെ ഹിന്ദുക്കളിൽ നല്ലൊരു ശതമാനവും അതേ പാതയിൽ തന്നെയാണ് എന്നതാണ് ഖേദകരം. അതായത് കേരളത്തിലെ NSS, SNDP എന്നീ 2 പ്രബല ഹിന്ദു ജാതി സംഘടനകൾക്കും അതിൽ നിർണായക പങ്കുമുണ്ട്. സ്വാർത്ഥരായ ഹിന്ദുക്കളുടെ അമിത വിധേയത്വവും അമിത സൽക്കാരവും കാലഹരണപ്പെട്ട അതിഥി ദേവോഭവയും ഹിന്ദു വിരുദ്ധതയുള്ള പിന്തിരിപ്പൻ കമ്മ്യൂണിസ്റ്റുകളുടെ അതിപ്രസരവും കപട മതേതരത്വവും എല്ലാം തന്നെയാണ് അതിന്റെ പല പല കാരണങ്ങൾ. കേരളത്തിലെ പ്രബലരായ 2 ഹിന്ദു ജാതി സംഘടനകളായ SNDPയും NSSും ഹിന്ദുക്കളുടെ 2 ജാതി സംഘടനകൾ മാത്രമാണ്. കമ്മ്യൂണിസ്റ്റുകളും ദീനി ജിഹാദികളും കൂവുന്നത് പോലെ മതേതര സംഘടനകൾ ഒന്നുമല്ല ഈ SNDPയും NSSും. ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ള ജാതി സംഘടനകളാണിവ. ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ 2 സംഘടനയിലും അംഗങ്ങൾ ആകാൻ കഴിയുന്നതും ഹിന്ദുക്കൾ മാത്രമാണ് അംഗങ്ങളായിട്ടുള്ളതും. ചില നിയമാവലികളുമുണ്ട്. മാസവരി സംഖ്യ അടക്കണം എന്നതാണ് ഒന്ന്. അങ്ങനെയുള്ള 2 ജാതി സംഘടനകളാണ് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും ചേർന്ന മതേതര ഛായയും പൂശി പാടി ഹിന്ദുക്കളെ വിഡ്ഢികളാക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ മത തീവ്രവാദികളുടെ അടിമകളാക്കി തൊഴുത്തിൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ അടിമകളാക്കി നിലനിർത്താൻ കഴിയുന്നതും. കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ 54% അതിൽ പ്രബല ജാതികളായ ഈഴവരും തീയരും ബീരവരും 23.25% നായരും 15% ചേർന്നാൽ ഏകദേശം 35.40% വരും. പട്ടികജാതിക്കാർ 8% വരും. മറ്റുള്ളവർ 6% വരും. ഇതിലെ നായരും ഈഴവരും സംഘടിച്ചൊരുമിച്ചാൽ തന്നെ കേരളത്തിൽ ഭരണകൂടം ആരാകണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിയും. ദൗർഭാഗ്യകരമെന്ന് തന്നെ പറയട്ടെ, ഈ 2 വിഭാഗങ്ങളെയും പല കാരണങ്ങൾ കൊണ്ടും കമ്മ്യൂണിസ്റ്റുകൾ മുസ്ലിം ലീഗ് വഴിയും എല്ലാം ഭിന്നിപ്പിച്ച് നിർത്തപ്പെടുകയാണ്. അതുവഴി ഹിന്ദുക്കളെ ദുർബലപ്പെടുത്തുകയാണ്. ഹിന്ദു വിരുദ്ധരായ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ടർമാർ 90% ഹിന്ദുക്കൾ തന്നെയാണ്. തങ്ങളുടെ ശക്തി എങ്ങനെയാണ് ചോർന്നു പോകുന്നതെന്ന് ഹിന്ദുക്കളായവർ അറിയുന്നില്ല എങ്കിൽ സ്വാർത്ഥ ലാഭത്തിനായി മനഃപൂർവ്വം അറിയാത്ത ഭാവം നടിച്ച് കഴിയുകയാണ്. ഹിന്ദു സമൂഹത്തിന്റെ കടക്കിൽ തന്നെ കത്തിവെക്കുകയാണ്. സ്വയം സംഘടിക്കുന്നതിന് പകരം ന്യൂനപക്ഷങ്ങളുടെ സംഘടിത ശക്തിയെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. സ്വയം ഇളിഭ്യരാകുകയാണ് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ. സംഘടിച്ചൊരുമിച്ച് നിന്ന് അവരുടെ ആവശ്യങ്ങൾ മിക്കതും നേടിയെടുക്കുകയും ഭരണം തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ശക്തിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഭീഷണിയുടെ സ്വരവും ഉയർത്തുന്നുണ്ട്. അതേസമയം ഭൂരിപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഹിന്ദുക്കൾ അവരുടെ ജാതി സംഘടനകൾ സംവരണം, ജാതിവാദം തുടങ്ങിയ അനാവശ്യ കാര്യങ്ങൾ വലിച്ച് വിഘടിപ്പിച്ച് വിലപിച്ച് നടക്കുന്നു. ഒരു വിഭാഗം ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റുകളുടെ വലയിൽ വീണ സ്വാർത്ഥരായി താൽക്കാലിക ലാഭം നേടി ഹിന്ദു സമൂഹത്തെയാകെ കൊഞ്ഞനം കുത്തുന്നു. ഹിന്ദു ആചാരങ്ങളെ, വിശ്വാസങ്ങളെ പരിഹസിച്ച് നടക്കുന്നു. ഹിന്ദു നാമധാരികളായി കഴിയുകയാണ്. ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്? ഹിന്ദുക്കൾക്ക് തന്നെ. ഇപ്പോഴും അത് അവന്മാർക്ക് മനസ്സിലായിട്ടില്ല. NSSും SNDPയും ഒരുമിച്ചാൽ കൂടുതൽ നേട്ടം അവർക്ക് തന്നെയാണ് എന്നതാണ് വസ്തുത. മറ്റുള്ളവരുടെ വിലപേശൽ ശക്തി കുറയുകയും ചെയ്യും. ഹിന്ദുക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തുല്യമായി വീതിച്ചെടുക്കുവാനും അത് ഉപകരിക്കും. അതൊന്നും മനസ്സിലാക്കാതെയാണ് വെറും കപട മതേതരവാദികൾക്ക് വേണ്ടി NSS നെഹ്റു കോൺഗ്രസിന്റെ വാലിൽ തൂങ്ങിയതും SNDP ഹിന്ദു വിരുദ്ധതയുമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റിന്റെ വാലിൽ തൂങ്ങി അവർ നൽകുന്ന നക്കാപ്പിച്ചി നക്കി പുലഭ്യം പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലി നടക്കുന്നത്. തങ്ങളുടെ സംഘടിത ശക്തി നശിപ്പിക്കുന്നത് SNDPയും NSSും ഹിന്ദുക്കളുടെ ജാതി സംഘടനകളായതുകൊണ്ട് തന്നെ ഹിന്ദുത്വമാണ് ഭാരതത്തിന്റെ ദേശീയതയെന്ന് പരസ്യമായി പറഞ്ഞു തന്നെ പ്രചരണം നടത്തി കേന്ദ്രത്തിൽ തുടർച്ചയായി ഭരണത്തിലുള്ള BJPക്കൊപ്പമാണ് നിൽക്കേണ്ടത്. BJP മാത്രമാണ് ഭൂരിപക്ഷങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതും ചെയ്യുന്നതും.
മുന്നോക്ക വിഭാഗങ്ങളിലെ പാവങ്ങളായവർക്ക്, ദരിദ്രരായവർക്ക് 10% സാമ്പത്തിക സംവരണം നൽകിയത് നരേന്ദ്രമോദി നേതൃത്വ BJP ഭരണകൂടമാണ്. അല്ലാതെ 60 വർഷം രാജ്യം ഭരിച്ച നെഹ്റു കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകളോ അല്ല. കേരളത്തിൽ സമദൂരത്തിലൂടെ കോൺഗ്രസിനെ പിന്താങ്ങുന്ന NSSന് അത് ദഹിക്കുന്നില്ല എന്നതാണ് തമാശ. ഈ 10% സംവരണ ഗുണം അനുഭവിക്കുന്ന പാവങ്ങളായ ഹിന്ദുക്കൾ ചിന്തിക്കണം. നിങ്ങൾക്ക് അത് നൽകിയ ഭരണകൂടത്തെ പറ്റി നന്ദി ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതിക്കാർക്കും അർഹമായ ആനുകൂല്യങ്ങൾ അവരിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്നതും BJP ഭരണകൂടം മാത്രമാണ്. അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ജാതി സംഘടനകൾ പിന്തുണയ്ക്കേണ്ടത്, വിജയിപ്പിക്കേണ്ടത് BJPയെ തന്നെയാണ്. അവർ നിർത്തുന്നവരെയാണ്. അങ്ങനെ ഹിന്ദുത്വവാദികളുടെ BJPയെ പിന്തുണച്ചാൽ അതിന്റെ ഗുണം 54% വരുന്ന കേരള ഹിന്ദു സമൂഹത്തിന് ലഭിക്കും എന്നത് തീർച്ചയാണ്. അനർഹമായി പലതും നേടിയിരിക്കുന്നതിന് കേരളത്തിലെ മത തീവ്രവാദികൾ നടത്തുന്ന വിലപേശൽ കുറയ്ക്കാനും ഇല്ലാതാക്കാനും വരെ കഴിയും. സംശയം വേണ്ട. അങ്ങനെ ഹിന്ദുക്കൾ യോജിച്ചു നിന്നില്ലെങ്കിൽ മതം തീനികളായ മത തീവ്രവാദികളുടെ വിളയാട്ടം കേരളത്തിൽ തുടരുക തന്നെ ചെയ്യും. വടക്കൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ നീരാളിപ്പിടുത്തത്തിൽ വീണുകിടക്കുന്ന ഹിന്ദുക്കൾ ആ വലയിൽ നിന്നും പുറത്തു കടക്കാൻ സമയമെടുക്കും. അവരും മാറുന്നുണ്ട്, മാറ്റം കാണുന്നുമുണ്ട്. കണ്ണൂർ, മട്ടന്നൂർ തുടങ്ങിയ നഗരസഭകളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗങ്ങളുണ്ട്. കുങ്കുമഹരിത പതാക വാനിൽ പാറി പറക്കുന്നുമുണ്ട്. ജയ് ബോലോ ഭാരത് മാതാ കി ജയ്.